അർത്ഥവത്തായ വരികളാണല്ലേ അത്? അതെ, നല്ലൊരു പാട്ടായിരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് തന്നെ കേൾക്കേണ്ട ഒരു നല്ലൊരു പാട്ട് തന്നെയാണ്. അതിലെ ലിറിക്സ് പറയുന്നുണ്ട്, ദേവി നവരാത്രിയോടനുബന്ധിച്ച് റെഡിയാവാണ്. നമ്മളെ ടീച്ചേഴ്സും ഇവിടെ റെഡിയാവുമല്ലേ? അത് തന്നെ, നമ്മള് നവരാത്രിന്റെ ആദ്യത്തെ ദിവസം ടീച്ചേഴ്സ് ഫുൾ വൈറ്റ് ഡ്രസ്സിലായിരുന്നു. അപ്പൊ അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടായിരുന്നു, ആദ്യം കണ്ടപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എല്ലാ ടീച്ചേഴ്സും എന്താ വൈറ്റ് ഇട്ടിട്ട്, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നവരാത്രി ഡേ 1 ടീച്ചേഴ്സിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അത് ആക്ച്വലി നല്ലൊരു ഇതാണ് അല്ലേ, നല്ലൊരു ശോഭ ഉണ്ട്. അത് മാത്രമല്ല വല്ലാത്തൊരു കോർഡിനേഷൻ യൂണിറ്റി ഉണ്ട് ടീച്ചേഴ്സ് തമ്മിൽ കാണുമ്പോൾ. പിന്നെ അടുത്ത ദിവസം അവർ റെഡ് ആയിരുന്നു ഇട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ബ്ലൂ, ഇന്നലെ അവർ യെല്ലോ എന്നിട്ട് സ്കന്ദമാത, അത് ഇന്നത്തെ ഗ്രീൻ സ്കന്ദമാതക്ക് വേണ്ടിയിട്ട്. സോ ഓരോരോ കളേഴ്സും ഓരോരോ എനർജി ഫോംസിനെയാണ് ഡിപ്പെക്ട് ചെയ്യുന്നത്. അതിനെ അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനോട് തന്നെ നമുക്ക് ചോദിക്കാം അല്ലേ. ഇനിയിപ്പോ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവർ എന്താ ഇടുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. നമുക്ക് പൂജ സെലിബ്രേഷൻസ് ആണ് സ്കൂളിൽ വരുന്നത്. സോ അതിന് വേണ്ടി നമുക്ക് നമ്മുടെ സ്കൂളിൽ ഭജനാസ് ഉണ്ടാവും. അത് മാത്രമല്ല നമ്മൾ 10th 12th കുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ആ പൂജാ ദിവസത്തിലൊക്കെ. ടീച്ചേഴ്സിന്റെ ലളിതാ സഹസ്രനാമം ഉണ്ടാവും, കുട്ടികളെ കുറെ ഭജനാസ് ഉണ്ടാവും, പിന്നെ സുമാമസിന്റെയും ടീമിന്റെ ഒക്കെ കുറെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഭജനയൊക്കെ കുറെ നന്നായി കേട്ടിരിക്കാൻ പറ്റും. മൺഡേ എല്ലാവരും മൺഡേ വരിക അല്ലേ? അതെ, ആരും ലീവ് എടുക്കരുത്, പ്രസാദം കിട്ടും. അതിനുവേണ്ടി നമ്മൾ കത്തിക്കാറില്ല കൂടുതലും.